അതെ, കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ് സൈലത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രം ദ ബേസ് ക്ലാസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്. കാരണം നമ്മൾ കേരളത്തിലാണ് ഓൾ ഇന്ത്യ റാങ്ക് 2 വന്നത്. ഈവൻ CMA കോഴ്സുകളിലാണെങ്കിലും ഒരുപാട് റാങ്കുകൾ റാങ്ക് കൊണ്ടും കേരളത്തിലാണ്, റാങ്ക് 1 കേരളത്തിലാണ്. കൂടാതെ നമ്മളെ പ്രധാനമന്ത്രി തന്നെ, പ്രൈം മിനിസ്റ്റർ തന്നെ അന്ന് പറയുകയുണ്ടായി, ഒരു പ്രൈം മിനിസ്റ്ററിന്റെ ഒപ്പിനേക്കാൾ വാല്യൂ ഉള്ളതാണ് എന്ത്, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഒപ്പ്. സർ, അപ്പോ നമ്മളെ +2 കുട്ടികൾ ഇപ്പൊ റീസെന്റ് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, എല്ലാവരും നമ്മളെ CA പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട് അല്ലെ. കാരണം ഇപ്പോ നമ്മൾ മുമ്പ് ഡോക്ടർ, എഞ്ചിനീയർ എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പാരന്റ്സ് ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഏറ്റവും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട് എന്തിനു മാറിയിട്ടുണ്ട്, CA ആയിട്ടുണ്ട്. എന്താണ് സാറിന് അതിനെ കുറിച്ച് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ CA മാത്രമല്ല, നമ്മൾ ഈ പ്രൊഫഷണൽ മേഖലയിൽ കുറെ കോഴ്സസ് ഉണ്ടല്ലോ. ഇപ്പൊ ലൈക് CA നിങ്ങൾക്ക് നമുക്ക് എവിടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളിപ്പം സൈൻ ബോർഡ് കാണുന്ന വെച്ചാൽ CA, CMA, SCCA, CMUSC ആണ്. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ജനറൽ ആയിട്ട്, ഇപ്പൊ ഞാനൊക്കെ ചെറുത് പഠിക്കുന്ന സമയത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ, എഞ്ചിനീയർ, ഇവൻ ഞാൻ പോലും പറഞ്ഞത് അത് ഭയങ്കരമാണ്. ഡോക്ടർ, എഞ്ചിനീയർ ആണ് ഏറ്റവും ടോപ്പ് എന്നാണ്. പക്ഷെ ഇപ്പൊ ഏത് പാരന്റ്സിനോട് ചോദിച്ചാലും അവർ പറയുന്നത് മക്കളെ എഞ്ചിനീയർ ആക്കണം. അപ്പൊ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സ്കൂൾ സ്റ്റുഡൻസിനോട് ജസ്റ്റ് കാണുമ്പോൾ ജസ്റ്റ് കാഷ്വലി സംസാരിക്കുന്ന സമയത്ത് എന്താ നെക്സ്റ്റ് പ്ലാൻ ഒക്കെ ചോദിച്ചാൽ അവർ പറയും എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം. അപ്പൊ പ്രൊഫഷണൽ കോഴ്സ് എന്താ, ഡോക്ടറോ, MBBS, എല്ലാം ഒരു കോമേഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന CEO, SCCO. ഇപ്പൊ എല്ലാവരും മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. കാരണം ഇപ്പൊ എല്ലാവർക്കും അതിന്റെ ഒരു ഐഡിയ കിട്ടി. പണ്ടൊന്നും ഇതിന്റെ ഒരു ഐഡിയ ഇല്ല, CA എന്താണ്, CMA. ഇപ്പൊ അങ്ങനല്ല. ഇപ്പം എങ്ങോട്ട് ആരോട് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് CA, SCCA, CMUS പോലത്തെ കോഴ്സ് എന്ത് ചെയ്യാൻ എടുക്കാൻ. അത് പറയാനുള്ള റീസൺസ് ഉണ്ട്. കാരണം ബാക്കിയുള്ള കോഴ്സ് പോലെ വെറുതെ നമ്മൾ പഠിച്ച് ജോബ് ഇല്ലാണ്ട് കുറെ ഇങ്ങനെ ടൈം വേസ്റ്റ്. ഇത് നമുക്ക് ഈ ഒരു കോഴ്സ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്താവും, ജോബ് കിട്ടും. അതെ, സാർ പറഞ്ഞ വളരെ ശരിയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ CA നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നില്ല സാർ. ഇന്ത്യൻ കോഴ്സുകളിൽ നമുക്ക് ICMA, ICSI, ICAI എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ 3 ബോഡി അല്ല, ICAI, ICMA, ICSI, CA, CMA, CS ആണ് ഇന്ത്യൻ കോഴ്സുകളിൽ ഏറ്റവും വാല്യൂ ഉള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. പിന്നെ CA ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വൈഡാണ്, ഭയങ്കര വൈഡാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഗ്ലോബലി ഭയങ്കര വൈഡാണ്. നമ്മൾ ഇപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു വെച്ചാൽ ഇന്ത്യൻ CSന് ഒരു സ്പെഷ്യൽ റെസ്പെക്ട് ആണ്. ഒരു എല്ലാ രീതിയിലും ഒരു കൺസിഡറേഷൻ കുറച്ച് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. എല്ലാത്തിനും അതിന്റേതായ വാല്യൂ ഉണ്ട്. പക്ഷെ ഇന്ത്യൻ CS എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എല്ലാവർക്കും ഒരു പ്രിഫറൻസ് കൂടുതലാണ്, ആ ഒരു റെസ്പെക്ട് കൂടുതലാണ്, എല്ലാ രീതിയിലും അവർ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടെന്നാണ് പൊതുവെ എല്ലാവരും പറയാം. പിന്നെ നമുക്ക് എന്താ പറയാലോ, ബാക്കിയുള്ള കോഴ്സ് എല്ലാ കോഴ്സിനും അതിന്റേതായ ടഫ്നെസ്സും കാര്യങ്ങളുണ്ട്. പക്ഷെ CA എടുക്കാന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ഒരു നമ്മളൊരു മൈൻഡ് അക്സെപ്റ്റ് ചെയ്യണത്. നമുക്ക് എല്ലാവർക്കും ഒരു പേഷ്യൻസ് ഇല്ലാത്തവർക്കൊന്നും ഒരിക്കലും ചെയ്യുന്ന കോഴ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ അതിന് നല്ലൊരു ഡെഡിക്കേഷൻ അല്ലെ, നല്ലൊരു കമ്മിറ്റ്മെന്റ് തന്നെ ആ കോഴ്സിനോട് കാണിച്ചാൽ നല്ലൊരു ഗൈഡൻസ്, സത്യം പറഞ്ഞ ഒരു പ്രോപ്പർ ഗൈഡൻസ്. അതാണ് നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതായത് പാരന്റ്സിന്റെ സപ്പോർട്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ പാരന്റ്സിന്റെ സപ്പോർട്ട്, അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഗൈഡൻസ്, അവരുടെ ഡെഡിക്കേഷൻ, ലെവലാണെങ്കിലോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലം, ഒരു സറൗണ്ടിങ്സ് ചൂസ് ചെയ്യുന്നത്, നല്ലൊരു എൻവയോൺമെന്റും വേണം. വളരെ ശരിയാണ്. അവർ എൻവയോൺമെന്റും ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഗൈഡൻസ് എന്ന് പറഞ്ഞ സംഭവം വെരി ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി CA ഒക്കെ കേസിൽ. കാരണം നമുക്കറിയാം അത്രയും വോള്യൂം ഉണ്ട്, പക്ഷെ പ്രോപ്പർ ആയിട്ട് അവർ മൈൻഡ് ഡീവ് വരും. അത് ചെറിയ പ്രായമാണ്. ഇപ്പം പണ്ടത്തെ പോലെ, പണ്ടൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ഈ കോഴ്സിനൊക്കെ വരാം. ഡിഗ്രി കഴിഞ്ഞാൽ കാരണം കുറച്ചും കൂടി മെച്ചുവേർഡ്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ 10th പഠിക്കുന്ന സ്റ്റുഡന്റിനോട് ചോദിച്ചാൽ തന്നെ അവർ CA ഒക്കെ പോകണമെന്ന് പറയാം, CMA കോഴ്സ് എന്ന് പറയാം. കൂടുതൽ ഫോക്കസ് അവർ പറയുന്നത് CA ആണ്. CA ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് CA എടുക്കാം. അതിനിപ്പോ റീസൺ സാർ, കാരണം ഇപ്പൊ നമ്മൾ ഈ റീസെന്റ് റിസൾട്ട് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇപ്പൊ കൂടുതൽ ഇപ്പം നമ്മൾ കേരളത്തിലാണ് ഓൾ ഇന്ത്യ റാങ്ക് 2 വന്നത്. അതുപോലെ റാങ്ക് 2 മാത്രമല്ല, ഒരുപാട് റാങ്കുകൾ മേജർ റാങ്ക് ഇപ്പൊ റീസെന്റ് വന്നത് ഓൾ ഇന്ത്യ റാങ്ക് 2. ഫൗണ്ടേഷനിലും റാങ്ക് വന്നിട്ടുണ്ട്, ഇന്ററിലും റാങ്ക് വന്നിട്ടുണ്ട്. ഈവൻ CMA കോഴ്സുകളിലാണെങ്കിലും ഒരുപാട് റാങ്കുകൾ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കാൻ കാറ്റ്, എനിക്ക് തോന്നുന്നു കാറ്റ് റാങ്ക് കൊണ്ടും കേരളത്തിൽ തന്നെയാണ്, റാങ്ക് 1 കേരളത്തിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര നമ്മള് കേരളം ഭയങ്കരമായിട്ട് മെച്ചപ്പെടുത്തുന്നത്. അതായത് നമ്മളെ കുട്ടികൾ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആവുന്നു. അതുപോലെ തന്നെ പാരന്റ്സ് ഭയങ്കരമായിട്ട് കൊമേഴ്സ് കോഴ്സുകളിൽ എന്താവുന്നുണ്ട്, അവെയർ ആവുന്നുണ്ട് എന്നുള്ളതിനും കൂടെ ഒരു പ്രൂവൻ റിസൾട്ട് ആണ് നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നുള്ളത്. പണ്ടൊക്കെ നമ്മള് കുറെ അറ്റംപ്റ്റ് ഒക്കെ ഇപ്പം നമ്മളിപ്പം ടീച്ചിങ്ങിൽ കുറച്ചായല്ലോ. അപ്പൊ നമുക്കിപ്പോ കാണാൻ പറ്റുന്ന വെച്ചാല് പണ്ടൊക്കെ ഭയങ്കര പാനിക്കാണ് പിള്ളേർക്ക്. പക്ഷെ ഇപ്പം വരുന്ന ബാച്ചസ് തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം അവരുടെ സൗണ്ടിങ്സ് ഇപ്പൊ ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്, ഇതെന്താണ് ഇങ്ങനെയാണ്. ചിലപ്പം ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും ഉണ്ടാവും പഠിക്കുന്നത്, ഒക്കെ ഫുള്ളി സപ്പോർട്ടാണ്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് CA ഒക്കെ പഠിക്കുന്ന സമയത്ത് CA ഒക്കെ പഠിക്കണം നമ്മൾ ചെന്നൈ ഒക്കെ വിസിറ്റ് ചെയ്യണം. കാരണം നമ്മളെ ഒരു നല്ലൊരു ഫാക്കൽറ്റി അല്ലെങ്കിൽ നല്ലൊരു ഫാക്കൽറ്റി പൂൾ എന്നൊക്കെ പറയുന്നത് മുമ്പ് നമുക്ക് കേരളത്തിൽ ഭയങ്കരമായിട്ട് കുറച്ച് മുമ്പത്തെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഭയങ്കര മെച്ചപ്പെടും. അതാണ് നമ്മുടെ ഇവിടെ തന്നെ റിസൾട്ടുകൾ ഇങ്ങനെ വരുന്നത്. റാങ്ക് ഹോൾഡേഴ്സ്
ഒരുപാട് നമ്മളെ പല പല സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ എഫേർട്ടും എടുത്ത് പറയണം. അതുപോലെ തന്നെ നമ്മളിവിടെ പഠിപ്പിക്കുന്ന ഒരുപാട് ഫാക്കൽറ്റീസിന്റെ സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ കുട്ടികൾ റാങ്കുകളൊക്കെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ സാർ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ CA കുറെ കുട്ടികൾ വരാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ CA CMA പോലുള്ള കോഴ്സുകളിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ, നമുക്കൊരു ഡോക്ടർ ആണെങ്കിൽ എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ ജോലി ചെയ്യാൻ പറ്റുക. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നു. എന്നാൽ ഒരു CA കാരൻ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് എല്ലായിടത്തും ഉണ്ടാവും. കാരണം എല്ലായിടത്തും അക്കൗണ്ട്സ് ഉണ്ട്. അക്കൗണ്ട്സ് ഇല്ലാത്ത ഒരു സ്ഥാപനം ഇല്ല, ബിസിനസ് ഇല്ല. ഏത് സ്ഥാപനമാണെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോഫിറ്റ് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ പറ്റുള്ളൂ. പിന്നെ നമ്മൾ റീസെന്റ് പറഞ്ഞ കണക്ക് പ്രകാരം 35 ലക്ഷത്തോളം വേക്കൻസീസ് ഈ 2030 ആകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, 35 ലക്ഷത്തോളം വേക്കൻസീസ് പുതുതായിട്ട് വരുന്നത്. അത് നമ്മൾ പറയുന്നതല്ല, ഈവൻ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത കാര്യമാണ്. 12 ലാഖ് കേരളത്തിൽ തന്നെ ഡിമാൻഡ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. പിന്നെ കൂടാതെ നമ്മളെ പ്രധാനമന്ത്രി തന്നെ അല്ലെ, ഓണറബിൾ പ്രൈം മിനിസ്റ്റർ തന്നെ അന്ന് പറയുകയുണ്ടായി, എന്റെ അല്ലെ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ ഒപ്പിനേക്കാൾ വാല്യൂ ഉള്ളതാണ് എന്ത്, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഒപ്പ്. അപ്പൊ അത്രയും പവർഫുൾ കോഴ്സ് ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ഭയങ്കര ഈസി എന്നല്ല പറയുന്നത്, ബട്ട് നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് നല്ല എഫേർട്ട് ഇട്ട് നല്ല കൃത്യമായ ഗൈഡൻസ് കിട്ടിയാൽ ആ കുട്ടി ക്ലിയർ ചെയ്യും. കാരണം അതിന്റെ റിസൾട്ടുകളാണ് നമ്മളുടെ തന്നെ. സൈലത്തിന്റെ റിസൾട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഓൾ ഇന്ത്യ ഫൗണ്ടേഷൻ റിസൾട്ട് ആകെ 19% ഉള്ള സമയത്ത് നമ്മളെ സൈലത്തിലെ കുട്ടികൾ മാത്രം 80-ൽ കൂടുതൽ പാസ്സായി. എനിക്ക് അറൌണ്ട് എനിക്ക് തോന്നുന്നത് 33 to 35% ആണ്. ICA പബ്ലിഷ് ചെയ്യുന്നത് 90 to 20% ആണ്. പക്ഷെ നമ്മളെ സൈലത്തിൽ നിന്ന് വരുന്ന റിസൾട്ട് ആണ് 30 to 35%. അതെ, 80-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു നമ്പർ അല്ല. അപ്പൊ കുട്ടികൾക്കും ഭയങ്കര റോളുകൾ ഉണ്ട്. അതുപോലെ തന്നെ ആ ഫാക്കൽറ്റീസ്, പിന്നെ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ്, ആ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഭയങ്കര കീ ഫാക്ടർ ആണ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. പിന്നെ മെന്റർഷിപ്പും എടുത്ത് പറയുന്നത്, അതായത് കുട്ടികൾക്ക് അവരുടെ ഡൗട്ടുകളൊക്കെ കൃത്യമായിട്ട് എന്താ പറയാ, ഓരോ ഡൗട്ടുകളും അഡ്രസ് ചെയ്ത് അത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മെന്റേഴ്സിനും ഭയങ്കരമായിട്ട് റോൾ ഉണ്ട്. ടീച്ചേഴ്സിന് മാത്രമല്ല ഇതിൽ റോൾ ഉള്ളത്, കുട്ടികൾക്കും റോൾ ഉണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന മെന്റേഴ്സിനും റോൾ ഉണ്ട്. ഈവൻ ആ മെറ്റീരിയലിന് വരെ ഭയങ്കരമായിട്ടുള്ള റോൾ ഉണ്ട് ഓരോ റിസൾട്ടിനും. പിന്നെ ഇന്റർ എടുത്ത് പറയുകയാണെങ്കിൽ സാറേ, ഇന്ററിലും തന്നെ നമുക്ക് അറൌണ്ട് 20-ന് മുകളിൽ എന്തുണ്ട് റിസൾട്ടുകൾ ഉണ്ട്. അതായത് ടോട്ടൽ 23+ എന്ന് പറയാം, അല്ലെങ്കിൽ 25+ എന്ന് പറയാം. കാരണം റീസെന്റ് എന്ത് ചെയ്ത് വരുന്നുള്ളൂ, എല്ലാ കുട്ടികളുടെയും റിസൾട്ട് ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോ ഇന്ററിലാണെങ്കിലും നമുക്ക് 25-ൽ കൂടുതൽ എന്തുണ്ട് കുട്ടികൾ പാസ് ആയിട്ടുണ്ട്, ബോത്ത് ഗ്രൂപ്പും സിംഗിൾ ഗ്രൂപ്പുമായിട്ട്. അതും സാറിനറിയാം, ഓൾ ഇന്ത്യ ആകെ എത്രയുള്ളൂ, 10% അല്ലെ, 10% ആണ് ബോത്ത് ഗ്രൂപ്പ് പാസ് ആയിട്ടുള്ളത്. പിന്നെ 14-15 ഒക്കെയാണ് സിംഗിൾ ഗ്രൂപ്പ്. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. അപ്പോ ആ ഒരു റിസൾട്ടിലും സൈലം വേറിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന ആ ഒരു ക്ലാസിന്റെ ക്വാളിറ്റി അല്ലേ. നമ്മൾ ഈ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ, ഈ +1 +2 പഠിക്കുന്ന സമയത്ത് തന്നെ അവർ ഇതിന് പ്രിപ്പയർഡ് ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം സത്യം പറഞ്ഞ എന്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ +1 +2 സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ് പഠിക്കുന്നത്. പാരലായിട്ട് അവൻ ഓൾറെഡി വെൽ പ്ലാൻഡ് ആയിരുന്നു എന്ത് എടുക്കണം എന്നുള്ളത്, CA എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ സയൻസ് എടുക്കുന്ന കൂടെ തന്നെ സത്യം പറഞ്ഞല്ലേ, അവൻ പാരലായിട്ട് അക്കൗണ്ടൻസിന്റെ ട്യൂഷന് പോകുന്നുണ്ടായതാ. ഞാൻ ആളെ പറയുന്നില്ല, ഓക്കെ, അവന് പെർമിഷൻ ആണെങ്കിൽ പറയാൻ ചെറിയൊരു മടിയുണ്ട്. അപ്പം അവൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, സയൻസ് +1 +2 സയൻസ് പഠിക്കുന്ന കൂടെയാണ് അവൻ എന്ത് ചെയ്തത്, അക്കൗണ്ടൻസിന്റെ ക്ലാസ്സിന് പോയത്. അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. അതെ, ഇപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ, ഇപ്പൊ പഠിക്കുന്ന സമയത്ത് +1 +2 പഠിക്കുമ്പോൾ തന്നെ അവർ വെൽ പ്ലാൻഡ് ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് എന്ത് എടുക്കണം, അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ അവർ എന്ത് ചെയ്യും തുടങ്ങും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സൈലന്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, +1 +2 കൂടെ തന്നെ ഇതിന്റെ പ്രിപ്പറേഷനുള്ള ഹെൽപ്ഫുള്ളും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. നമ്മൾ റിവിഷന്റെ കൂടെ, നമ്മൾ ക്ലാസിന്റെ കൂടെ തന്നെ അവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ സാറേ, മുമ്പ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഗൈഡൻസ് തരാനൊന്നും ആളുകളില്ല. അതായത് നമ്മളൊക്കെ ഈ കോഴ്സിനെ കുറിച്ച്, ഇപ്പൊ ഞാൻ CMA എടുത്തതെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് കരിയർ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഇന്നത്തെ അത്രയും റിസോഴ്സസ് ഇല്ലല്ലോ. അതെ, പക്ഷെ എനിക്ക് നമ്മൾ ആ സമയത്തൊക്കെ എന്റെ ജനറേഷൻ, ഞാൻ 8th പഠിക്കുമ്പോൾ, കറക്റ്റ് പറഞ്ഞാൽ ഞാൻ 8th അല്ല 9th പഠിക്കുമ്പോഴാണ് സ്മാർട്ട് ഫോൺ ഞാൻ അതേ കണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനല്ല. ഇപ്പോഴത്തെ 4ാം ക്ലാസ് പഠിക്കും, 3ാം ക്ലാസ് പഠിക്കും, അവർ റെഫർ ചെയ്യുന്ന ChatGPT ആണ്. പക്ഷെ അവർക്ക് റിസോഴ്സസ് കൂടുതലാണ്. പണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോൾ റിസോഴ്സ് വളരെ കുറവാണ്, ലിമിറ്റഡ് ആണ്, നല്ല പുതിയ എഡിഷൻസ് കാര്യങ്ങളൊന്നും കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ എവിടെ നോക്കിയാലും അവർക്ക് വേണ്ട റിസോഴ്സസ് ഉണ്ട്. അവർ എന്ത് ചെയ്താൽ മാത്രം പഠിച്ചാൽ മാത്രം മതി, അത് എന്തായാലും എന്ത് ചെയ്യും, ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ആഫ്റ്റർ ഓൾ കൂടുതലും വേണ്ട ഗൈഡൻസ് ആണ്. പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫസ്റ്റ് ടൈം മൊത്തം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സാർ പറഞ്ഞതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പോ റീസെന്റ് വരുന്ന ഒരു ട്രെൻഡാണ്, നമ്മളെ സയൻസ് കുട്ടികൾ ഭയങ്കരമായിട്ട് നമ്മളെ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് വരുന്നുണ്ട് അല്ലെ സാറേ? അത് സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഞാൻ ഇപ്പൊ ലാസ്റ്റ് സൈലത്തിന് ബാച്ച് ഉണ്ടല്ലോ, അതിൽ മെജോറിറ്റി പിള്ളേർ സയൻസാണ്. പിള്ളേർ പേഴ്സണലി ചോദിക്കും,
എടാ പിന്നെ നിങ്ങൾ എന്തിനാ സയൻസ് പഠിച്ചത്? അപ്പൊ അവര് കൂടുതൽ ആൾക്കാർ പറഞ്ഞു സാറേ സയൻസ് നമ്മൾ സി എൽ ബേസ് ലെവൽ അതായത് ഫൗണ്ടേഷൻ ലെവൽ മാത്സ് ഉണ്ടല്ലോ, അപ്പൊ മാത്സ് ഒന്ന് റെഡി ആയി വേണ്ടിയിട്ടാണ് സയൻസ് എടുക്കുന്നത്. അപ്പൊ അവർ ഓൾറെഡി പ്ലാൻഡ് ആണ് സി എടുക്കണം എന്നുള്ളത്. അപ്പം മാത്സ് ഒന്ന് റെഡി, പിന്നെ കൊമേഴ്സ് വിത്ത് മാത്സ് ഉണ്ട്, പക്ഷെ എല്ലാ സ്കൂളിലും അത് അവൈലബിൾ അല്ല. സയൻസിൽ എന്തായാലും മാത്സ് ഉണ്ടാവല്ലോ. അപ്പൊ ആ ഒരു പ്ലാനിങ്ങിലാണ് സയൻസ് എടുക്കുക, പിന്നെ നേരെ എന്തിലേക്ക് വരും, സി എക്ക് വരും. മുമ്പ് നമ്മൾ കൂടുതൽ കാണുന്നത് കൊമേഴ്സ് കുട്ടികൾ, സയൻസ് കുട്ടികളുണ്ട്, ഹ്യൂമാനിറ്റീസ് വരാം അവിടെ. എല്ലാവരും നമ്മുടെ ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ്. അത് ഞാൻ പറഞ്ഞ കാരണവും സാറേ, കാരണം എല്ലാവരും അതായത് ഏത് മേഖലയിലും നമുക്ക് എന്തുണ്ട്, ജോലി സാധ്യത. നമ്മളുടെ ജോലി സാധ്യത എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മേഖലയിൽ ഒതുങ്ങുന്നില്ല. അപ്പൊ നമുക്ക് ഡോക്ടേഴ്സ്, നമുക്ക് ഹോസ്പിറ്റൽസിൽ നമ്മൾ വേണം, എഞ്ചിനീയറിംഗ് ഫേമുകളിൽ നമ്മൾ വേണം, അതായത് ഇനി ഓഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വേണം അല്ലെ. അപ്പൊ ഒരു സി എക്കാരന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞ റോളിൽ നമുക്ക് ചെയ്യാം അല്ലെ, ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറഞ്ഞ റോളിൽ പോകാം, ഓഡിറ്റ് നടത്താം, പിന്നെ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ അല്ലെ, പ്രാക്ടീസ് ചെയ്യാം. അതായത് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലെ, ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആണ്. ബട്ട് നമ്മൾ ആ ഒരു ടൈം അതിലേക്ക് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ പല രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസിങ്ങും ചെയ്യാം, അതുപോലെ തന്നെ ജോലിക്കും പോവാം. അതൊക്കെ നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് ആണ്. ഇവിടെ സി എ എടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻസ് കിട്ടുന്നത്. ബാക്കിയുള്ളവർ റെസ്ട്രിക്റ്റഡ് ആയി പോവാണ്, ഇന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ആ ഒരു വേറൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. സാർ ഇപ്പൊ റീസെന്റ് ഒരു പോസ്റ്റ് കണ്ടിട്ടൊന്നും അറിയില്ല, അതായത് 8-9 സി എക്കാരാണ് ഇപ്പൊ UPSC എക്സാം, സിവിൽ എക്സാം ക്രാക്ക് ചെയ്തത്. അപ്പോൾ സി എ എന്ന് പറയുന്ന ഒരു എൻഡ് അല്ല. സി എ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കോഴ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോവാം. ഇപ്പം കൂടുതൽ CAസും എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ഒരു ജോബ്ലെസ് ആയതുകൊണ്ടൊന്നല്ല. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫർദർ കോഴ്സ് പറയുമ്പോൾ ഇതിനേക്കാളും അഡ്വാൻസ് ലെവൽ, അതായത് UPSC ആണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. UPSC ആൾക്കാരാണ് കൂടുതൽ എന്ത് ചെയ്യുന്നുള്ളത് പോകുന്നത്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ UPSCന്റെ എക്സാം റിസൾട്ട് വന്നല്ലോ, സിവിൽ എക്സാമിന്റെ, അതിൽ 8-9 ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ടോപ്പ് 500 വന്നിട്ടുള്ളത്. അതെ. പിന്നെ സാറേ ബിർള ഗ്രൂപ്പില്ലേ, ഈ ബിർള ഗ്രൂപ്പിൽ ആദിത്യ ബിർള ഈ ബിർള സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പഠിച്ചത് ഏതാ? സി ആണ്. ഓ അതെയാ, ഓക്കെ. അപ്പൊ മൂപ്പരാള് CA പഠിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞതെന്നറിയോ, എനിക്ക് ബിസിനസിന്റെ എല്ലാം അറിയണം, എല്ലാം അറിയാം, എന്നിട്ട് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു. അപ്പൊ അതിനു വേണ്ടി മൂപ്പരാൾ എന്തെടുത്തു, ഈ CA കോഴ്സ് എടുത്തു. അപ്പൊ അത്രത്തോളം അന്ന് തന്നെ ബിർള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ ടീമല്ല. അപ്പൊ അവര് വരെ അന്ന് തന്നെ ഇതിനെ കുറിച്ച് ഇത്ര അപ്പൊ അതൊക്കെ ഭയങ്കര സംഭവം. അപ്പൊ സാറേ ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ കൂടുതലായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നതെന്നല്ല, അല്ലെങ്കിൽ നമ്മളിപ്പോ CA CMA ഫീൽഡുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുട്ടികൾ കൂടുതലായിട്ട് ചോദിക്കുന്നതാണ്, സാറേ ഈ പ്രൊഫഷണൽ കോഴ്സ്, കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ടഫ് ആണോ, CA ടഫ് ആണോ എന്ന് ചോദിക്കുന്നു. എന്താ സാറിന് പറയാനുള്ളത്? അതായത് ഇപ്പോ സയൻസ് സ്റ്റുഡന്റ് ആവട്ടെ, കൊമേഴ്സ് സ്റ്റുഡന്റ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് സ്റ്റുഡന്റ് ആവട്ടെ, ആരും ആവട്ടെ, ഈ എല്ലാവർക്കും ഇത് സെയിം അല്ലേ? ഇത് പൊതുവെ എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ്. ഈ സയൻസ് ആണ്, ഞാൻ സയൻസ് ആണ് സാർ, എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഇതിങ്ങനെയാണ് കൊമേഴ്സ് ആണ് വിത്തൗട്ട് മാത്സ് ആണ്, എന്നെ കൊണ്ട് പറ്റുമോ? സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ അക്കൗണ്ടിങ് ഫാക്കൾട്ടി ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന. എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് സി ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടൻസി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം നാളെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് കയറും, ക്ലാസ് ആയിട്ട് ഇൻട്രഡക്ഷൻ, ഒരാൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് ചോദിക്കും, ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി അവരെ കേപ്പബിലിറ്റീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സംസാരിക്കും. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആദ്യം പിള്ളേരോട് പറയും, സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും എല്ലാവരും ഒരേപോലെയാണ്. നിങ്ങൾ പാസ്റ്റ് എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് പാസ്റ്റ് ഇപ്പോൾ 10th ബിലോ ആവറേജ് ആയിരിക്കും, +2 എന്തായിരിക്കും, അതൊന്നും ഇവിടെ കൺസിഡറേഷൻ ഇല്ല. ഇവിടെ മുതൽ നിങ്ങൾ ഡെഡിക്കേഷൻ, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ കമ്മിറ്റ്മെന്റ്, അതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ. അപ്പം ചോദിക്കും സാറേ നമ്മൾ അക്കൗണ്ടൻസി നമുക്ക് അറിയില്ലല്ലോ, എന്താ ചെയ്യുക? ഞാൻ അക്കൗണ്ട്സ് എടുക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ്. അപ്പം നമ്മൾ എങ്ങനെ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ, ഇവര് ഈ 10th കഴിഞ്ഞ പിള്ളേരാണല്ലോ +1 കൊമേഴ്സിലേക്ക് ആദ്യമായിട്ട് പോവാ. അപ്പൊ ഇവർക്ക് അക്കൗണ്ടിങ് സബ്ജക്ട് ആദ്യം തുടങ്ങുന്ന എവിടുന്ന? അതെ. അപ്പൊ അവർക്ക് ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, അക്കൗണ്ടൻസി എന്നൊക്കെ അവിടെ നിന്ന് കേൾക്കാം. പക്ഷെ ശരിക്കും നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഈവൺ ദോ നമ്മൾ ക്ലാസ് ഫുള്ളും കോമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നമ്മൾ തുടങ്ങുന്നത് ഫ്രം ദി ബേസ് ആണ്. ബേസ് എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് എന്താണ്, ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണെന്ന് പറയുന്നത്. അതിപ്പം കോമേഴ്സ് ആണെങ്കിൽ പോലും, അതിപ്പോ സയൻസ് ഇല്ലെങ്കിലും നമ്മൾ കൊമേഴ്സ് സയൻസ് ഈവൻ സൈലത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രം ദ ബേസ് ക്ലാസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്. കാരണം ഏത് സ്റ്റുഡന്റ് ആവട്ടെ സാറേ, കൊമേഴ്സ് സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും ബേസ് കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് പലരും ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഫോക്കസ് എക്സ്ട്രീംലി എന്താ, ഫ്രം ദ ബേസ്. ഒന്നും അറിയില്ല, നമ്മൾ മുമ്പിൽ അപ്പൊ ഞാൻ എടുക്കുന്നത് GSC പൊതുവെ സാറിന് അറിയാം, +2 വരെ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ട്. അതായത് കേട്ടിട്ടുണ്ടാവും, എന്ത് കടയിൽ പോകുമ്പോ മെയിൻലി ഫുഡ് കഴിക്കുമ്പോഴൊക്കെ, മന്തിയൊക്കെ കഴിക്കുമ്പോ എന്ത് ചെയ്യും, എടാ ഇതിന്റെ കൂടെ 5% ഇതുകൊണ്ട് GST, ഓൾറെഡി മന്തിക്ക് കൊടുക്കത്ത റേറ്റ് കൂടെ 5%. ഇതാണ് നമ്മൾ നോർമലി GST, ഇതാണ് ആളുകൾക്ക് അറിയുള്ളൂ. ബട്ട് നമ്മൾ GST എന്ന് പറഞ്ഞ
പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന എപ്പോഴാ ഇന്റർമീഡിയറ്റ് എത്തുമ്പോഴാണ്. അതുവരെ ഈ കുട്ടികൾ എന്ത് ചെയ്തിട്ടില്ല, GST എന്ന് പറയുന്ന സാധനം അറിയില്ല. ഡേ ടു ഡേ ലൈഫിൽ ഇവർ ഇത് കാര്യങ്ങളൊക്കെ പേ ചെയ്യുന്നൊക്കെ ഉണ്ട്, അറിയുന്നുണ്ടാവില്ല ഇവരൊക്കെ. നമ്മള് ഇതൊന്നും അറിയില്ല എന്നുള്ള ലെവലിൽ തന്നെ ചിലർക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടാവും. ബട്ട് നമ്മളെ മുമ്പിലിരിക്കുന്ന മെജോറിറ്റി ആളുകൾക്ക് ഒന്നും അറിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് കൊടുക്കുന്നത്. ഒന്നും അറിയില്ല ഫ്രം ദ ബിഗിനിങ്. എന്താണ് ടാക്സ് എന്ന് പറഞ്ഞ്, എന്താണ് നികുതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നികുതി എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ ഉണ്ടാവും. നമ്മൾ കുറ്റം പറയുന്നതല്ല, കാരണം നമ്മൾ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യം